ഹലോ, ഗുഡ് മോർണിംഗ്. ദാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേയുടെ കഥയൊന്ന് പറയാം. അപ്പോൾ ഇന്ന് 16/2/26 കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനോട് വിവരങ്ങളൊക്കെ പറയണം. ബാലേട്ട ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയണം. അപ്പോൾ പറയും വിഷമിക്കാതിരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും എന്താ ഇനി ബാലേട്ട ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്ത് ചെയ്യാൻ, ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചാൽ മതി എന്നാണ് തോന്നണേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കടപ്പിലങ്ങോട്ട് പോയാൽ മതി എന്ന് അയാൾ അത്രയും മനസ്സ് വിഷമിച്ചിട്ടാണ് പറയുന്നത്. ബാലേട്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയും. ബാലേട്ട എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് അറിയില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതുപോലെ കണ്ടാൽ പോരെയൊക്കെ പറയാം. അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എത്തണം എന്നുള്ളൊരു ജീവിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് പോയടോ എന്ന് പറയാണ്. അപ്പോൾ പറയും ബാലേട്ട വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, അതിന് ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ജാമ്യത്തിൽ ഇറക്കണം, ആദ്യം വേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ മകനായി പോയില്ലടോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സന്ദർഭമൊക്കെ വളരെ സങ്കടം തോന്നും കേട്ടോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറയും പിന്നെ കടകളെങ്ങനെ തുറക്കണോ, പിന്നെ വാരീനെ പറഞ്ഞു തുറക്കണ്ട എന്നാണ് പറഞ്ഞത്. പറയാം അത് ചെയ്താൽ മതി, തുറക്കണ്ട, അവളെന്താ പറയണ വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി പറയണം. അപ്പോൾ ബാലേട്ടൻ്റെ ഫോൺ എവിടേക്കുമ്പോൾ ഫോൺ അലീനയുടെ കയ്യിലാണ്, ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് നോക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അനിലിനോട് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. ഗോവർദ്ധനോട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ബാലേട്ട വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും വീട് വരെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനുവിനെ ശിവേട്ടൻ വിളിക്കുകയാണ്, ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും മനു നീ എന്താ ചെയ്യുന്നത് വയ്ക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, ഞാനവിടെ പോകാനാണ്, ഇനിയിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയടാ അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ, എന്നിട്ട് എന്തിനാ ജാമ്യത്തിൽ ഇറക്കേണ്ടത് പറഞ്ഞു. അവൻ അവിടെ കട്ടക്കട്ടെ, അവനെ അടി കിട്ടി അവനൊന്ന് പദം വരട്ടെ എന്നിട്ട് മതി അറിയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കമല പിന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹരി ഇത് കാണില്ല. പറയടാ നീ എന്താ ഈ പറയുന്നത്, ശിവേട്ടൻ ചോദിക്കുന്നത്, നീ എന്താ ഈ പറയുന്നത്, അവൻ നിൻ്റെ കൂടപ്പുറപ്പില്ലടാ അറിയും. കൂടപ്പുറപ്പോ, ഇങ്ങനത്തെ ഒരു കൂടപ്പുറപ്പ് ഇല്ലാതിരിക്കുകയായിരുന്നു വെച്ചാൽ നല്ലത്, നാണം കെട്ട് നടക്കുക ഞങ്ങളൊക്കെ, നാളത്തെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അച്ഛനറിയോ ബാലേന്ദ്രനങ്ങൾ ഐസിയുലാണ്, ഒരു മൈനർ അറ്റാക്ക് വന്നിട്ട് ഐസിയുലാണ്, അതറിയോ എന്ന് വയ്ക്കും. ആരുമില്ല സഹായത്തിന്, അവിടെ 3 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യല്ലൊരു സഹായത്തിന് അറിയാം. അപ്പോൾ നീ എന്ന് പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിട്ട് ഒന്ന് സംസാരിക്കണം. ഞാൻ എന്നെ സംസാരിക്കാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഓഹോ നീയാണോ അവൻ്റെ ചേട്ടൻ, അപ്പോൾ നീ എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടടാ, നീ കാശ് കൊടുത്ത് ഇറക്കാൻ വേണ്ടി വന്നതാടാ, അങ്ങനെ എന്നിട്ട് ആ പോലീസുകാരുടെ വലയിരിക്കുന്നത് കേൾക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ പോവില്ല എന്നറിയാം. വേണമെങ്കിൽ അച്ഛൻ വന്നിട്ട് അച്ഛൻ എന്തായാലും നേരിട്ട് അങ്ങോട്ട് പൊക്കോ എന്നറിയാം. പറയടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണ് പറയുക. അപ്പോൾ അങ്ങനെ അച്ഛനും മകനും കൂടി അങ്ങോട്ടും കൂടെ ഒരു സംസാരം ഉണ്ടാവും. എന്നാൽ പിന്നെ ഞാൻ ഗംഗേട്ടനെ വിളിക്കാൻ തരാം. വലിയച്ഛനെ വിളിക്കേ വേണ്ട, വലിയച്ഛൻ ഈ നാറ്റക്കാസിക്ക് വരില്ല എന്നറിയും. അപ്പോൾ മൂപ്പര് മിലിറ്ററി ആയിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എന്തെങ്കിലും സ്വാധീനം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് അയാൾ ചോദിക്കുന്നത്, ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് നാണമുണ്ടോ പറയും, ഇങ്ങനത്തെ നാറ്റക്കേസിലൊക്കെ വലിയച്ഛനെ വിളിച്ച് വരുത്തി അച്ഛനൊരു കാര്യം ചെയ്യും, കൊച്ചച്ഛനെ വിളിക്കുക, അയാളാണെങ്കിൽ ഏത് നാറ്റക്കേസും എടുത്തോളും എന്നിങ്ങനെ പറയുകയാണ്. അച്ഛൻ വെച്ചിട്ട് എനിക്കൊന്നും പറയില്ല, ഞാൻ പോവില്ല, അവനവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് തിരിയുമ്പോഴേ, എന്നിട്ട് അങ്ങനെ കയറി പോകുമ്പോഴേക്കും കമല അതൊക്കെ കേട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുക, എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, നീ എന്താടാ നിൻ്റെ മനസ്സിലിപ്പോൾ ഇതാണല്ലേ, നീ അവന് വേണ്ടി ഒന്നും ചെയ്യില്ല അല്ലേ എന്നാണ്. അപ്പോൾ തിരിച്ചു കിടന്ന് പറയും നമുക്ക് എന്താ ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ, അവൻ എന്താ ഈ ചെയ്തു വെച്ചെന്ന് അറിയും. ഒരു കൊച്ചു പെൺകുട്ടീനെ നാളെ അതൊരു കേസാ, കൊച്ചിന് 18 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ പോക്സോ കേസാ, അതറിയോ എന്നൊക്കെ ചോദിക്കുക. അവന് അനുഭവിക്കണം, അവന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നറിയാം. അപ്പോൾ അന്ന് അലീനയോട് കാണിച്ച ഇതിന് ഞാൻ പോലീസ് ഇടിക്കും പോലെയാണ് അവൻ ഇടിച്ചത്, എന്നിട്ട് അവൻ നേരായോ. അപ്പോൾ പറയും അലീന അവളൊരൊറ്റ ഒരുത്തിയാണ് ഇത് മുഴുവൻ കാണിച്ചു വെച്ചത് പറയുക. അവളെന്നാ കാണിച്ചു എന്നായി പറയുന്നത്. എന്നിട്ട് പിന്നെയും മനു വരികയാണ് കമലോട് സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പറയും പിന്നെ അവളൊരൊറ്റ ഒരുത്തിയാണ് അവൾ എന്നിവിടെ വന്ന് കാലുകുത്തി അന്ന് ഈ വീടും ആ വീടും നശിച്ചു എന്ന് പറയണം. അപ്പോൾ പറയും ഹരി ഒരു പെൺകുട്ടീനെ വളച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവരെ കൂട്ടുകാരും കൂടെ റേപ്പ് ചെയ്തത് അലീന കാരനാണോ എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ പറയുക എന്തുമാത്രം വിഷ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ മനു കമലോട്.
അപ്പം അതിന് രോഹിത്ത് സ്നേഹിച്ച പെണ്ണാണല്ലോ, അല്ലാണ്ട് ഹരി സ്നേഹിച്ച പെണ്ണെന്നല്ലേ, രോഹിത്തല്ലേ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കേണ്ടത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഒക്കെ മെല്ലെ രോഹിത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ് കമല. അപ്പോൾ പറയും അമ്മയ്ക്ക് അമ്മ വല്ലാത്തൊരു ഇതാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നീരസം അത്രയും വെറുപ്പ് കാണിച്ചിട്ട് അങ്ങനെ മനു അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അലീന മറ്റേ മനുവിൻ്റെ റൂമൊന്ന് സെർച്ച് ചെയ്യാണ്. കാരണം അഥവാ പോലീസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന വെച്ചാൽ അവൾ ആദ്യം കുറേ തിരയുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോരോ CD കിട്ടുന്നുണ്ട്. കുറേ CD എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് അറിയാം. അതുപോലെ കുറച്ച് ഒരു പെൻ ഡ്രൈവ്, പിന്നെ ഒരു മെമ്മറി കാർഡ്, അങ്ങനെ കുറേയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കാണ് ഗോവർദ്ധൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം ബെല്ലടിച്ചിട്ടൊന്നും അലീന അറിഞ്ഞിട്ടില്ല. കാരണം ഇത് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവളൊരു പഴയ ഫോൺ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും അടിക്കുമ്പോഴാണ് പോയിട്ട് ഭവിതയാണ് പോയി വാതിലോർക്കുന്നത്. അപ്പോൾ അലീന എവിടെ എന്ന് ചോദിക്കും. ഇപ്പോൾ മുകളിലുണ്ട് പറയും, കൃഷ്ണമോള് അവിടെ എന്താ അറിയില്ല, രോഹിണിയുടെ റൂമിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറാൻ പോകുന്ന സമയത്ത് കൃഷ്ണമോള് ചോദിക്കും അച്ഛൻ എങ്ങനെയുണ്ട് പറയുമ്പോൾ, മോളെ പേടിക്കാനൊന്നുമില്ല മോളെ, അച്ഛനെ 1-2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരും, വിഷമിക്കാനൊന്നുമില്ല എന്ന് പറയും. ഞാനൊന്ന് അലീനയെ കണ്ടിട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാണ്ടെന്ന് പറയുമ്പോഴേക്കും ഭവിത ചോദിക്കും അതെന്താ ഞങ്ങളോട് പറഞ്ഞാൽ, ഞങ്ങളും അച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ, ഞങ്ങളും അറിയണ്ടേന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ അലീന ഇതൊക്കെ തിരഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോഴാണ് ഇയാൾ ഗോവർദ്ധൻ ചെല്ലുന്നത്. ഗോവർദ്ധൻ ചെന്നിട്ട് ചോദിക്കും പിന്നെ എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കും. പറയും പോലീസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവൻ്റെ റൂം തപ്പുമ്പോൾ പിന്നെ എന്തെങ്കിലും കിട്ടിയാലോ അത് പേടിച്ചിട്ടൊക്കെ മാറ്റുകയാണെങ്കിൽ എന്ന് പറയും. ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഇതിലെന്താണെന്നൊന്നും എനിക്കറിയില്ല, പഴയൊരു ഫോണും കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മെമ്മറി കാർഡും പെൻ ഡ്രൈവും കുറച്ച് CD കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം മാറ്റി വെക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായി എങ്കിലേന്ന് വയ്ക്കുകയാണ്. അപ്പോൾ പറയൂ അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ 2 ദിവസത്തിനുള്ളിൽ മാറും, പിന്നെ അലീനോട് ചോദിച്ചിട്ട് മതി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി രോഹിത്തിനെ കണ്ടു പറഞ്ഞു. അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ല, പക്ഷേ രോഹിത്ത് അവിടെ അല്ല, അവരെ 4 പേരെ ഏതൊരു രഹസ്യ കേന്ദ്രത്തേക്ക് മാറ്റിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, പിന്നെ അതുപോലെ കടകൾ പൂട്ടിയത് നന്നായി, കുറേ കടയുടെ നിരക്കൊക്കെ കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലീസ് വന്നിട്ടാണ് ഓടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ അങ്ങളെ പറഞ്ഞത്, ആദ്യം കടകളൊക്കെ പൂട്ടിയിടാൻ അതാ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ പറയും ഒരു തരത്തിലും ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായെന്ന് ചോദിക്കുമ്പോൾ പറയും അവളെ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷേ പോലീസാണ് അവിടെ അങ്ങോട്ട് അടുപ്പിക്കണില്ല എന്ന് പറയും. പത്രക്കാരും കാരണം ഇതിൻ്റെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ എല്ലാവരും കൂടെ ജനങ്ങൾ കയ്യേറ്റം ചെയ്യുകയാണ്, അതാണ് ഇപ്പോൾ അവസ്ഥ എന്ന് പറയും. അപ്പോൾ പറയും 4 പേരും കൂടെ കള്ളും കുടിച്ചിട്ട് മറ്റേ എന്താണ് മയക്കുമരുന്ന് കൊടുത്തിട്ട് ആ കൊച്ചിനെ അറിയാലോ അറിയും. അപ്പോൾ അലീന പറയുക അപ്പോൾ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും അല്ലേ ആ കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാകുമ്പോൾ അതെങ്ങനെ നിനക്കറിയാം? ഒരു പ്രാവശ്യം എന്നെയും ട്രൈ ചെയ്തതാണ്, ഹരിയാണ് അതിൻ്റെയൊക്കെ പിന്നിൽ. അന്ന് ഞങ്ങൾ പറഞ്ഞത് രോഹിത്തിനോട് ഇതിനെ നിൽക്കല്ലേ, അവൻ്റെ കൂടെ കൂട്ടുകൂടല്ലേ എന്ന് പറഞ്ഞതാണ്, പക്ഷെ അവൻ അതൊന്നും ചെവി കൊണ്ടില്ല. ഹരി മനഃപൂർവ്വം അവനെ ട്രാപ്പിലാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പറയും അവന് നല്ല അടി കിട്ടിയണമെന്നാണ് പറഞ്ഞു കേട്ടത് എന്നൊക്കെ പറയണം. അപ്പോൾ എന്താണ് അതുപോലെ ഇനിയിപ്പോൾ 14 ദിവസം റിമാൻഡ് ചെയ്തിട്ട് എന്താവും അവസ്ഥ എന്ന് അറിയില്ല, വക്കീലിനെ കൊണ്ട് ചെല്ലിയേ നിവർത്തിയുള്ളൂ, ആരും നമ്മളൊന്നും സഹായിക്കാനും കൂടി ഇല്ല എന്ന് പറയും. അപ്പോൾ സുനന്ദയുടെ മൂത്ത ഒരുത്തിയുണ്ടല്ലോ, അതിൻ്റെ ഭർത്താവ് SI ആണ്. അപ്പോൾ അങ്കിള് ചേട്ടൻ ഫോണേ എടുക്കുന്നില്ല, നമ്മൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, കാരണം ഇവിടുന്ന് പോലീസും മറ്റേ എവിടേക്ക് വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടത്. ആകെ പ്രശ്നമാണ്, നമ്മൾ വിചാരിച്ചിടത്തൊന്നുമല്ല കാര്യങ്ങൾ. ഇതൊക്കെ പോയി പെൺകുട്ടികളുടെ കാര്യം എന്താവും എന്നറിയില്ല, അതിലല്ല ആ ചെറുക്കനെ ഭാവി പോയി കിട്ടി എന്നൊക്കെ പറയുകയാണ് ഗോവർദ്ധൻ. ഇനി എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിക്കുക. അപ്പോൾ പറയും അങ്ങളെ ഈ വിവരമൊന്നും അച്ഛനോട് പോയി പറയല്ലേ കേട്ടോ, അച്ഛന് അല്ലെങ്കിലോ തകർന്നിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയല്ലേ എന്നിങ്ങനെ പറയാണ് അലീന. അപ്പോൾ പറയും എന്തായാലും പത്രത്തിൽ കൂടെ അറിയില്ലേ, ഫ്രണ്ട് പേജിൽ തന്നെ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്രമൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഊഹിക്കാമല്ലോ ബാലേന്ദ്രനൊക്കെ, അപ്പോൾ ഊഹിച്ചാൽ മതി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എല്ലാവരും അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഇനി ഒരു വക്കീലിനെ പോയി കാണണം, പക്ഷേ ജാമ്യം കിട്ടുമെന്ന് തന്നെ സംശയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ കേടായിരുന്നു ആ ചെക്കനെ ഭാവി, ഈ പെൺകുട്ടികളെ ഇനി എന്ത് ചെയ്യും, ഈ പെൺകുട്ടികളുടെ അവസ്ഥയും കഷ്ടമായി കഴിഞ്ഞില്ലേ, ഇനി എന്താ പറയേണ്ടതെന്നറിയാം. ഇതൊന്നും വൈജ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഈ സംഭവം പിന്നെ വികാസങ്ങളൊന്നും വൈജ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പറയും ഇനി കാണാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ ഗോവർദ്ധനോട് അലീന പറയണ്ട അങ്കിളൊന്ന് സൂക്ഷിച്ചോട്ടോ,
കാരണം അങ്കിളും അവരുടെ നിന്ന് മുന്നിൽ പോയി പെടണ്ട എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇതിൽ നിങ്ങളും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മഴ തോരും മുൻപേടെ കഥ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഥ, ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം കുറേ നാൾ എൻ്റെ ഈ ചാനൽ പൂട്ടിക്കിടക്കുകയായിരുന്നു, ഇപ്പോൾ വീണ്ടും തുറന്നതാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്നങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ, നല്ല ഫുള്ളായിട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.